ഫോറൻസിക് സർജൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ ഹിതേഷ് ശങ്കർ സർ, ഈ 10-40 എല്ലിൻ കഷ്ണങ്ങൾ, പിന്നെ ഒരു പല്ലിൻ്റെ ക്ലിപ്പ്, പിന്നെ കുളം വൃത്തിയാക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ ഭാഗം, പിന്നെ ഒരു കൊന്ത, ഒരു ബാഗ്, ഇത്രയുമാണ് സത്യത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ളത്. ഫോറൻസിക്കിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം മറ്റ് തെളിവുകളൊക്കെ ഇനി ശേഖരിക്കുക പ്രയാസമാണ്. പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഫോറൻസിക് പരിശോധനയിലൂടെ പുറത്തേക്ക് വരുന്ന വിവരങ്ങളാണല്ലോ. ഇത് എത്രത്തോളം ഗുണകരമാകും, അല്ലെങ്കിൽ എത്രത്തോളം ഫലം നൽകുന്നതായിരിക്കും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ തെളിവുകളും ഈ വസ്തുക്കളുമൊക്കെ? ഗോപികൃഷ്ണൻ, ഇത്തരം തെളിവ് എല്ലിൻ കഷ്ണം 40ഓളം എല്ലിൻ കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് എത്ര പേരുടെ എല്ലിൻ കഷ്ണങ്ങളാണ് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് തെളിവുകൾ കൂടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ എല്ലുകളും അതിന്റെ പ്രായം എത്രയാണ്, അത് ഏത് ശരീരഭാഗത്തു നിന്ന് വന്നതാണ് എല്ലുകൾ, ഇതെല്ലാം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആ എല്ലിന് വല്ല ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കൊലപാതകമാണെങ്കിൽ അതിന്റെ ഉപദ്രവിച്ച് കൊന്നതാണോ, നിരവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുവിധം മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ മുഴുവനും നമുക്ക് 40 എല്ലിൻ കഷ്ണങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, എല്ല് 40ഓളം എല്ലുകൾ ഉണ്ടെങ്കിൽ ആ എല്ലുകളുടെ സ്ഥിതി എന്താണ് എന്നുള്ളിടത്തോളം കൂടി വ്യക്തമാക്കണം. അത് എല്ലുകൾ ഏത് രീതിയിലാണ് ഡിസ്പോസ് ചെയ്തത്, മരിച്ചു കഴിഞ്ഞ് എല്ലിൽ നിന്ന് നമുക്ക് DNA കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടക്കാത്തൊരു ഒരു ശരീരത്തിന്റെ ഒരു പാർട്ടാണ് എല്ല് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലിൽ നിന്നും വ്യക്തമായിട്ടും എത്ര ബോഡി ഡീകമ്പോസ്ഡ് ആയാലും എല്ലിൽ നിന്നും നമുക്ക് DNA കിട്ടും. DNA കിട്ടുമ്പോൾ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഈ 4 പേരുടെ മൃതദേഹങ്ങളാണോ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ആ എല്ലിന്റെ ഇത് ഒരു ഫോറൻസിക് ചലഞ്ച് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഓരോ എല്ലുകൾക്കും ഉള്ള എത്ര കാലം മുന്നാണ് എല്ല് അവിടെ പ്രായം, എല്ലിന്റെ പ്രായം എത്രയാണ്, ആ എല്ലിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ, തുടങ്ങി നിരവധി കാര്യങ്ങൾ DNA ഒപ്പം തന്നെ ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ, വ്യക്തമായ ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് നടപ്പിലാക്കാൻ ഒരു ടീം വർക്കിന്റെ ഒരു ആവശ്യം ഇതിനുള്ളിലുണ്ട്. ഒപ്പം ഫോറൻസിക് സയന്റിസ്റ്റുകളുടെ ആവശ്യകതയുമുണ്ട്. ഇത് കൂടുതൽ തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പല്ലുകൾക്കും കുറേ കഥകൾ പറയാനുണ്ടാവും. ഈ പല്ലുകൾ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പല്ലിനും ഈ ഡീകമ്പോസ്ഡ് ബോഡിയിൽ, അതായത് കുറേ കാലം ഡോക്ടർ, എനിക്കൊന്ന് കൃത്രിമ പല്ലുകളോ അതിൽ ഇടുന്ന കമ്പിയോ ആണ് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു ഡോക്ടർ. അതുപോലെ ഈ പറമ്പിൽ ആദ്യം ഒരു 6 കഷ്ണം അസ്ഥി കണ്ടെത്തുന്നു, അതിനുശേഷം പിന്നെ ഒരു 50ഓളം മീറ്റർ മാറി വീണ്ടും അസ്ഥികൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് കിട്ടിയത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരേ ആളുടെ തന്നെയാണോ? ഇതൊക്കെ എനിക്കൊന്ന് ഇതിൽ DNA പരിശോധനയിലൂടെ വ്യക്തമാകും അല്ലേ ഡോക്ടർ? അല്ല, DNA പരിശോധനയിലൂടെ കൂടുതൽ വ്യക്തമാകും. ഒരു ശാസ്ത്രീയമായ ഒരു ഫോറൻസിക് പരിശോധനയിലൂടെ തന്നെ ഇത് ഒരാളുടെ അല്ല എന്നും കൂടി ഉണ്ടാവുന്നത്. അതായത് എല്ല് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഏത് എല്ല് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ തല മാത്രം, സ്കൾബോൺ മാത്രമാണ് കിട്ടിയതെങ്കിൽ ഏകദേശം ഒരു 92% നമുക്ക് പറയാൻ സാധിക്കും ഇത് ആരുടെ എല്ലാണെന്ന്. ഏത് മെയിലാണോ ഫീമെയിലാണോ, അതോ അതിന്റെ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ പ്രായം എത്രയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോങ് ബോൺ ആണെങ്കിലും നമുക്ക് ഒരുവിധം ഒരു 85%ഓളം നമുക്കതിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തമായൊരു ഫോറൻസിക് പരിശോധനയിലൂടെ തന്നെ ഇത് വിവിധ തരം ആളുകളുടെ, 1ൽ കൂടുതൽ ആളുകളുണ്ടോ, അതോ 2ൽ കൂടുതൽ ആളുകളുണ്ടോ, 3ൽ കൂടുതൽ ആളുകളുണ്ടോ എന്നൊക്കെ വ്യക്തമാക്കാൻ ഒരു ശക്തമായ ഒരു ഡോക്ടർ, ഏത് രീതിയിലായിരിക്കും ഇവർ മരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ അത് കൊല എങ്ങനെ നടത്തി എന്നതും ഈ പരിശോധനകളിലൂടെ വ്യക്തമാകുമോ? വ്യക്തമായും. അതായത് എല്ലിന് ക്ഷതം സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പോയ്സണിങ്, ഏതെങ്കിലും വിഷപദാർത്ഥം ഉള്ളിൽ ചെന്നിട്ടാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് എല്ലിൽ നിന്നും അത് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ഹിതേഷ് ശങ്കർ, താങ്കൾ ഈ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറാണ് നമ്മളുമായി സംസാരിച്ചു.